മലപ്പുറത്തെ പൂക്കോട്ടൂർ പള്ളിപ്പടിയിലെ ശിഹാബുദ്ദീൻ എന്ന കുട്ടിക്ക് 2 കൈയും 2 കാലുമില്ല. എന്നാൽ എന്താ, അവൻ സ്വന്തമായി പഠിച്ച് ഉയർന്ന മാർക്ക് വാങ്ങി SSLC പരീക്ഷ ജയിച്ചു. ശിഹാബുദ്ദീൻ ഇപ്പോൾ സയൻസ് വിഷയമെടുത്ത് +1 ക്ലാസ്സിൽ പഠിക്കുകയാണ്. പൂക്കോട്ടൂർ പള്ളിപ്പടിയിലെ അബൂബക്കറിന്റെയും മെഹജാബിയുടെയും മകനായ ശിഹാബുദ്ദീന്റെ ലോകം ഈ വീടാണ്. 2 കൈയും 2 കാലുമില്ലാതെ അവൻ ഈ വീട്ടിൽ പിറന്നു വീണു, ഒന്ന് കരയുക പോലും ചെയ്യാതെ. പടച്ചവന്റെ ഓരോ പരീക്ഷണം പോലെ. അവന്റെ സമപ്രായക്കാരെല്ലാം സ്കൂൾ മുറ്റത്തും ക്ലാസ് മുറികളിലും ബാല്യം ആഘോഷിച്ചപ്പോൾ ശിഹാബുദ്ദീൻ ഈ വീട്ടിനകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ബാപ്പ അബൂബക്കർ പകൽ മുഴുവൻ മീൻ വിറ്റുവേണം 9 പേരുള്ള കുടുംബം പുലരാൻ. ശിഹാബുദ്ദീന് വിദ്യാഭ്യാസം നൽകണമെന്ന് ചിന്തിക്കാൻ ആ പിതാവിന് കഴിയുമായിരുന്നില്ല. മകനെ പഠിപ്പിക്കണമെന്ന് ആ പിതാവ് ചിന്തിച്ചത് അവനെ ചികിത്സിച്ച ഡോക്ടറുടെ നിർബന്ധം കൊണ്ടായിരുന്നു. അങ്ങനെ ശിഹാബുദ്ദീൻ സഹോദരിമാരുടെ സഹായത്തോടെ എഴുതാനും വായിക്കാനും പഠിച്ചു. 9ാമത്തെ വയസ്സിൽ ശിഹാബുദ്ദീൻ 4ാം തരത്തിലെ പരീക്ഷ എഴുതി ജയിച്ചു. 7ാം ക്ലാസ് വരെ ശിഹാബുദ്ദീൻ വീട്ടിലിരുന്നാണ് പഠിച്ചത്. 7ലെ പരീക്ഷ പാസ്സായപ്പോൾ അവന് മനസ്സിലായി സ്കൂളിൽ ചേർന്ന് തന്നെ പഠിക്കണമെന്ന്. ശിഹാബുദ്ദീന്റെ നിർബന്ധത്തിനു മുമ്പിൽ മാതാപിതാക്കൾക്ക് വഴങ്ങേണ്ടി വന്നു. 3 വർഷം ഇങ്ങനെ ശിഹാബുദ്ദീൻ മറ്റുള്ളവരുടെ സഹായത്തോടെ സ്കൂൾ വിദ്യാഭ്യാസം അനുഭവിച്ചു. സഹപാഠികളും അധ്യാപകരും അവന് എല്ലാ പിന്തുണയും നൽകി. കമ്പ്യൂട്ടർ ലാബിലേക്കും കളിസ്ഥലത്തേക്കും കൂട്ടുകാർ അവനെ എടുത്തുകൊണ്ടുപോകും. അതും പടച്ചവന്റെ പരീക്ഷണങ്ങൾ. ആദ്യം സ്കൂളിൽ വന്നപ്പോ കുട്ടികളൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ 8ാം ക്ലാസ് ഒക്കെ ആയപ്പോ കുട്ടികൾക്ക് എല്ലാവർക്കും കുറെ കുട്ടികൾക്ക് അറിയാം. അത് സാറുമാരൊക്കെ ഭയങ്കര ഇതായിരുന്നു. അവർക്ക് നല്ലോണം പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ എന്റെ പരിശ്രമത്തിലേറെ ഓരോ പ്രോത്സാഹനം ഒരുപാട് കൂടിയാണ് എനിക്ക് ഇത്രയും മാർക്ക് നേടാൻ കഴിഞ്ഞത്. ഇത്തവണത്തെ SSLC പരീക്ഷയിൽ 4 വിഷയത്തിൽ അവന് A+ ഉണ്ട്. 5 വിഷയത്തിൽ A ഗ്രേഡും. കണക്കിൽ മാത്രം B+. ഭാഷാ വിഷയങ്ങളിലെല്ലാം A ഗ്രേഡാണ്. പരീക്ഷ എഴുതാൻ മറ്റാരുടെയും സഹായം വേണ്ടെന്ന് ശിഹാബുദ്ദീൻ തീരുമാനിച്ചു. വിരലുകൾ ഇല്ലാതെയും എഴുതാമെന്ന് അവൻ സ്വയം കണ്ടുപിടിച്ചതാണ്. എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ച് കഴിഞ്ഞുകൂടണമെന്നല്ല ഈ കുഞ്ഞു ബാലന്റെ ചിന്തകൾ. ശാസ്ത്രവിഷയങ്ങൾ പഠിക്കണമെന്നും അങ്ങനെ പഠനത്തിലൂടെ മുന്നോട്ടു പോകണം എന്നുമാണ്. സ്റ്റീഫൻ ഹോക്കിൻസിന്റെയും ഹെലൻ കെല്ലറുടെയും ജീവിത മാതൃകകൾ ശിഹാബുദ്ദീൻ നമ്മോട് പറഞ്ഞു തരുന്നു.